ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിച്ച് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കാതെ ഇസ്രായേലുമായി ഒരു കരാറിലും തങ്ങൾ ഒപ്പിടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഫലസ്തീൻ വിമോചന സംഘടനയായ ഹമാസ്. ബന്ദിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച് ദോഹയിൽ നടന്ന ദ്വിദിന ചർച്ച അവസാനിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. ചർച്ച തടസ്സപ്പെടുത്തുകയും നിബന്ധനകളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നത് ഇസ്രായേലാണ്. തുടർച്ചയായി ചർച്ചകൾ പൊളിയാൻ കാരണവും അവരാണ്. മെയ് അവസാനം US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാറിന്റെ രൂപരേഖയോട് ജൂലൈ 2 തന്നെ ഞങ്ങൾ പ്രതികരിച്ചിരുന്നു. ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുള്ള കരാറിന് മാത്രമേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. ഇങ്ങനെയായിരുന്നു ഹമാസിന്റെ പ്രതികരണം. അതേസമയം ബൈഡൻ മുന്നോട്ട് വെച്ച കരട് കരാറിൽ നിബന്ധനകളും വ്യവസ്ഥകളും ചേർക്കുന്നത് ഇസ്രായേൽ തുടരുകയാണ്. യുദ്ധം അവസാനിപ്പിച്ച് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കാൻ സന്നദ്ധമല്ലെങ്കിൽ കരാറിന് സമ്മതിക്കില്ലെന്നും ഹമാസ് അധികൃതർ അറിയിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധം നീണ്ടതോടെ വെടിനിർത്തലിനായി അന്താരാഷ്ട്ര സമ്മർദ്ദം ഉയർന്നിരുന്നു. തുടർന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാറിനായി ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഈജിപ്ത്, ഖത്തർ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ പുരോഗമിച്ചത്. എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുന്തോറും ഇസ്രായേൽ ഓരോരോ നിബന്ധനകളുമായി രംഗത്തു വരികയായിരുന്നു. അതിനിടെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തും. ഗസ യുദ്ധം ആരംഭിച്ച ശേഷം ബ്ലിങ്കൻ നടത്തുന്ന 10ാമത്തെ സന്ദർശനമാണിത്. വെടിനിർത്തൽ കരാർ ഉടൻ നടപ്പാക്കാൻ ബ്ലിങ്കൻ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഗസയിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലികളെയും ഇസ്രായേൽ തടങ്കലിൽ കഴിയുന്ന ഫലസ്തീനി തടവുകാരെയും പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനായി മറ്റൊരു ചർച്ച ഖത്തർ തലസ്ഥാനത്ത് ആരംഭിക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗസയിൽ വെടിനിർത്തൽ ബന്ദിമോചന കരാറിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നതായി US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ദോഹയിൽ നടന്ന സന്ധി സംഭാഷണത്തിന് പിന്നാലെയായിരുന്നു ബൈഡന്റെ പ്രതികരണം. അതേസമയം ചർച്ചകൾക്കിടയിലും ഗസയിൽ വ്യാപക ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഖാൻ യൂനിസിൽ നിന്നും മറ്റും കൂടുതൽ ഫലസ്തീനികളെ ഇസ്രായേൽ സേന ഒഴിപ്പിച്ചു. സുരക്ഷിത മേഖല എന്ന് പറഞ്ഞിരുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഫലസ്തീനികളെ ഒഴിപ്പിക്കുകയാണ്. 11ാം മാസത്തിലേക്ക് കടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീൻകാരുടെ എണ്ണം 40,000 കടന്നു. പരിക്കേറ്റവരുടെ എണ്ണം 80,000 കടന്നിട്ടുണ്ട്.